നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ലൈക്ക് ടാറ്റയുടെ ഒരു ക്വാളിറ്റി നമുക്ക് ബോണ്ടിൽ തന്നെ ഫീൽ ചെയ്യാം. ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വന്നിരുന്ന MG കോമറ്റിനേക്കാളും അകത്ത് നമുക്ക് സ്പേഷ്യസ് ആണ്. അതിൽ 2 കൊല്ലം കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നോർമൽ വണ്ടിക്കകത്ത് 10 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സ്ഥാനത്ത് ഈ വണ്ടിക്കകത്ത് 1 ലക്ഷം രൂപയ്ക്ക് ചാർജ് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു മോട്ടർ ഒരു ജനറേറ്റർ പോലെ തന്നെ ആക്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ കാലെടുക്കുമ്പോഴത്തേക്കും അതൊരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ചാർജ് തിരിച്ച് നമ്മുടെ ബാറ്ററിയിലോട്ട് കയറും. ഒരു കോമൺ മാനെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് ഫസ്റ്റ് പടിയെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഓപ്ഷൻസ്, ഒന്ന് MGയുടെ കോമറ്റും 2 ഈ കിടക്കുന്ന ടിയാഗോ EV ആണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റാണ് നമ്മുടെ ടിയാഗോ EV എന്ന് പറയുന്നത്. നമ്മുടെ ടാറ്റയുടെയാണ്. അത് ഡോർ അടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോർമൽ ഒരു ടിയാഗോയും തമ്മിലൊരു വ്യത്യാസം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഡിസൈനിങ് കൂടെ ഒരു ത്രൂ ഔട്ട് ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു കളർ എന്നുള്ള രീതിയിൽ ഒരു ബ്ലൂയിഷ് കളർ പോകുന്നുണ്ട്. അതാണ് ലൈക്ക് നമുക്ക് ഇനിഷ്യലി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നൊരു വ്യത്യാസം പറയുന്നത്. അത് നല്ല ഭംഗിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. നോർമൽ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ മറ്റേതാണ്ട് നമുക്ക് പ്രൊജക്ടർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അത് ലൈക്ക് LED അല്ല, ഹാലജൻ ലാംപ്സ് ആണ് വരുന്നത്. ഇതിന് ശരിക്കും ടിയാഗോയ്ക്ക് 2 നമുക്ക് അകത്ത് കയറിയിരുന്നിട്ട് പറയാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ കയറിയിരിക്കുമ്പോൾ ഒരു വൈറ്റ് തീമിൽ തന്നെയാണ് ഇൻറ്റീരിയർ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. സീറ്റ്സ് ഒത്തിരി സ്പേസ് ഉണ്ടെന്ന് വെച്ചാൽ ഈവൻ ലൈക്ക് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വന്നിരുന്ന MG കോമറ്റിനേക്കാളും അകത്ത് നമുക്ക് സ്പേഷ്യസ് ആണ്. ഇവിടെ ഒക്കെ കണ്ട് അത്യാവശ്യം നമുക്കൊരു സ്പേഷ്യസ് ഫീൽ തോന്നും. സീറ്റിലിരിക്കുമ്പോഴാണെങ്കിലും കുറച്ചുകൂടി ഒരു കംഫർട്ട് ലെവൽ നമുക്ക് തോന്നുന്നുണ്ട്. 4 പവർ വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടയേഴ്സ് വരുമ്പോൾ 14 ഇഞ്ചാണ് കേട്ടോ. ലൈക്ക് ഫുൾ ഓപ്ഷന് 15 ഇഞ്ച് കൊടുത്തിരുന്നെങ്കിൽ എന്ന് എനിക്കൊരാഗ്രഹം തോന്നി. കാരണം നമുക്ക് വളവിലൊക്കെ കുറച്ചും കൂടെ ലൈക്ക് ഇതായിരുന്നു, എന്താണ് 15 ഇഞ്ച് വരെയാണ് കുറച്ചുകൂടെ സ്റ്റേബിളായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ വണ്ടിക്കകത്ത് ബൂട്ട് ഓപ്പൺ ചെയ്യും, ഇവിടെ പോയി പിടിക്കുകയല്ലേ ചെയ്യുന്നത്, കുറേ തപ്പും. അത് കഴിഞ്ഞ് ഇവിടെ ദാണ്ട ഫിംഗർ പ്രിൻറ്റ് പോലത്തെ സ്വിച്ച് കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് ഇവൻ്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ആവുന്നത്. ഇതാണ് ഇവൻ്റെ ബൂട്ടിൻ്റെ ഒരു സ്പേസ് വരുന്നത്. മുകളിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, താഴെ ഈ രീതിയിലാണ് ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. ഒത്തിരി സ്പേസ് ഒന്നുമില്ല, എന്നാൽ കുഴപ്പമില്ലാത്തൊരു സ്പേഷ്യസ് ആണ്. ഇതാണ് ഇവൻ്റെ കൂടെ തരുന്ന ലൈക്ക് എന്താണ് പറയുക, നമുക്ക് വീട്ടിൽ പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചാർജർ. ആ ചാർജർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 9 to 10 മണിക്കൂർ എടുക്കും നമുക്ക് ഫുൾ ചാർജ് കയറുന്നതിന് വേണ്ടിയിട്ട്. ബാക്കിൽ ടിയാഗോ EV എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഡിഫ്യൂസർ ഉണ്ട്, ബാക്കിൽ ലൈറ്റ്സ് ഉണ്ട്, ലൈറ്റ്സ് അല്ല വൈപ്പേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കയറുവാണെങ്കിലും ഇതാണ് അവൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വരുന്നത്. അതായത് ഒരു ബ്ലൂയിഷ് തീമുമായിട്ടാണ് ത്രൂ ഔട്ട് ഇവൻ പോയിരിക്കുന്നത്. ഇനി നമുക്കിതിനെക്കുറിച്ചിട്ട് ലൈക്ക് ഇതിൻ്റെ എൻജിൻ ബേ അല്ല, മോട്ടോർ ബേ കാണണമെന്ന് ആഗ്രഹം കാണുമായിരിക്കില്ല. അപ്പോൾ ഞാൻ അതും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ലൈക്ക് ടാറ്റയുടെ ഒരു ക്വാളിറ്റി നമുക്ക് ബോണ്ടിൽ തന്നെ ഫീൽ ചെയ്യാം. പിടിച്ചോടാ, അകല് പിടിച്ചോ, അതിനകത്ത് അവിടെ പിടിക്കും. അത് കണക്ട് ചെയ്ത്. അപ്പോൾ ഇതാണ് ഇവൻ്റെ കൺട്രോളർ വരുന്നത്. ഇതിൻ്റെ താഴെ ആ കാണുന്നതാണ് ഇവൻ്റെ മോട്ടോർ വരുന്നത്. കാണാമോ അടിയിലായിട്ട്? ഇല്ല, ഈ വലിയ ഓറഞ്ച് കളർ കൊടുത്തേക്കുന്ന ലൈക്ക് വയേഴ്സാണ് ഇവൻ്റെ ഹൈ വോൾട്ടേജ്, അതായത് ബാറ്ററി ആയിട്ട് കിടക്കുന്നത്. താഴെ കൊടുത്തേക്കുന്നതാണ് മോട്ടർ. ഇതാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. ഇതല്ല ഇവൻ്റെ ബാറ്ററി, ഇതിൻ്റെ ഓക്സിലറി ബാറ്ററിയാണ് കേട്ടോ. എപ്പോഴും ഒരു ഓക്സിലറി ബാറ്ററിയും കാണും, മെയിൻ ബാറ്ററിയും കാണും. മെയിൻ ബാറ്ററി ഡിക്കിയിലാണോ ബോട്ടത്തിലാണോ എന്നുള്ളത് എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഓക്സിലറി ബാറ്ററി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്കിത് അടച്ചിട്ട് നമുക്കിതിൻ്റെ ഡ്രൈവർ സീറ്റ് കയറിയത് ഇതിൻ്റെ മോഡൽസിനെ കുറിച്ചും ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചും ഇതിൻ്റെ റേഞ്ച് അങ്ങനെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറി. ഈ വണ്ടിക്കകത്ത് കയറുമ്പോൾ ശരിക്കും ഓട്ടോമാറ്റിക് കാർ എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. EV എങ്ങനെ ഓടിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഓട്ടോമാറ്റിക് പോലെ തന്നെ 2 പെഡൽസും ഉണ്ടാകത്തുള്ളൂ. ഒരു ബ്രേക്ക് പെഡലും ഉണ്ടാവും, ഒരു ആക്സിലേഷൻ പെഡലും ഉണ്ടാവും. നമ്മൾ വണ്ടിക്കകത്ത് കയറുക, ഏത് വണ്ടിയാണെങ്കിലും എപ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ബ്രേക്കിൽ ഔട്ട്, എന്നിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ നാണ്ട് EV റെഡി എന്ന് പറഞ്ഞ് അവിടെ കാണിക്കും. ഇപ്പോൾ നമ്മുടെ വണ്ടി കണ്ടോ, റെഡി എന്ന് പറഞ്ഞ് വണ്ടി വന്നിട്ടുണ്ട്. റെഡി ടു ഡ്രൈവ് എന്ന് അവിടെ കാണിച്ചു. ഇനി ഇതാണ് നമ്മൾ ഇതിവിടേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് AC ഓണാണ്. ACയുടെ ഫാൻ സ്പീഡ് ഇച്ചിരി കുറച്ചിട്ടാക്കാൻ നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ആവണ്ട. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് റിവേഴ്സ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, ഒരു സ്പോർട്സ് ഉണ്ട്. ഈ ഒരു നോബ് ഓരോ വണ്ടിക്കും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ എല്ലാ ഇലക്ട്രിക്കിനും നമ്മുടെ ഡ്രൈവും ഉണ്ടാവും, റിവേഴ്സും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ന്യൂട്രലാണ്, ഡ്രൈവിൽ വീണിട്ട് നമ്മൾ പെഡലിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൻ്റെ വണ്ടി ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കോളും. ഇത്രേ ഉള്ളൂ ഒരു ഓട്ടോമാറ്റിക് EV ഓടിക്കേണ്ട രീതി എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് EV അല്ല, EV എല്ലാം ഈ ഒരു രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ക്ലോസ്ഡ് ഹൈവേയിലാണ്, ക്ലോസ്ഡ് സർഫസ് റോഡിലാണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറ കൈ പിടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഡോണ്ട് ഹോൾഡ് ദ ക്യാമറ.
വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാണ് ഒരു EVയുടെ എന്ന് പറയുന്നത്. നമ്മൾ പെഡൽ കൊടുത്താൽ ആക്സലേഷൻ ഉണ്ട്, പെഡലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ആക്സലേഷൻ കുറയും. അത്യാവശ്യം പഞ്ചുണ്ട്. ഈവൻ ഓൺ നോർമൽ ഡ്രൈവ് മോഡ് നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടു, ഒന്ന് തിരിച്ചു ഫുൾ പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വണ്ടി ചാടി കയറിക്കോളും. ബ്രേക്ക് ആണെങ്കിലും ബാക്കിൽ വണ്ടിയൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വണ്ടി ബ്രേക്കിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ടിയാഗോനെ കുറിച്ച് പറയാം. ടിയാഗോ എന്ന് പറയുന്നത് ടാറ്റയുടെ EVയിലേക്കുള്ള ഒരു ഇനീഷ്യൽ, ടാറ്റയുടെ എന്നല്ല, നമ്മൾ EV മാർക്കറ്റിലേക്ക് ഏതൊരു EVയിലേക്കാണെങ്കിലും ഒരാൾക്കൊരു EVയിലേക്ക് കയറാനുള്ള ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെയാണ്. പോയിന്റ് ഓഫ് വ്യൂ അല്ല, ഫസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് നമുക്ക് സാധാരണ ഒരു വണ്ടിക്ക് ഇപ്പോൾ നമ്മുടെ വർണ്ണയ്ക്കൊക്കെ 1 കിലോമീറ്റർ ഓടാണ്ട് 10 രൂപ എടുത്ത് വരും. പക്ഷേ ഇതിന് ഒരു രൂപ 1.5 രൂപയ്ക്ക് നമുക്ക് 1 കിലോമീറ്റർ ഓടാൻ പറ്റും. അപ്പോൾ ഒരു കൊല്ലം 1 ലക്ഷം കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ അയാൾ മറ്റേ നോർമൽ വണ്ടിക്കകത്ത് അല്ല 2 കൊല്ലം കൊണ്ട് 1 ലക്ഷം കിലോമീറ്റർ ഓടുകയാണെങ്കിൽ നോർമൽ വണ്ടിക്കകത്ത് 10 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സ്ഥാനത്ത് ഈ വണ്ടിക്കകത്ത് 1 ലക്ഷം രൂപയ്ക്ക് ചാർജ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഓട്ടം കൂടുതലുള്ള ആൾക്കാർക്ക് ഇത് പ്രിഫർ ചെയ്യുന്നതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടുമില്ല. ഓട്ടം കുറവുള്ള ആൾക്കാർ ഇപ്പോഴും ഇൻറ്റേർണൽ കമ്പസ്റ്റനായിട്ട് തന്നെ പോവുക. അപ്പോൾ ഓട്ടം ഉള്ള ആൾക്കാർക്ക് നമുക്ക് എൻട്രി പോയിന്റിൽ കയറാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിയാഗോ ഞാൻ കമ്പയർ ചെയ്യുമ്പോഴേക്ക് എനിക്ക് ടാറ്റ ഒരു ആഴ്ചത്തേക്ക് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ലോങ് ടേം ആയിട്ട്. അപ്പോൾ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീൽ എന്ന് പറയുന്നത്, നമ്മൾ MGയുടെ കോമ്പറ്റൊക്കെ യൂസ് ചെയ്തപ്പം ലൈക്ക് അത് കുറച്ചുകൂടി ഒരു റൂറൽ ഏരിയ അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെട്രോ സിറ്റീസിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞ അതർ കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവൻ കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് ലൈക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ യൂസിന് പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഈ നമ്മുടെ ടിയാഗോ എന്ന് പറയുന്നത്. പിന്നെ ഇവൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ലൊരു സ്റ്റെബിലിറ്റി, ഒരു സ്ലോ സ്പീഡിൽ തന്നെ അത്യാവശ്യം ഹാർഡായിരുന്നുണ്ട് സ്റ്റിയറിംഗ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് സമയത്ത് നമുക്കൊന്ന് ആക്സലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇൻസ്റ്റൻറ്റ് ടോർക്കോട് കൂടി നമ്മളെ വലിച്ചെടുത്ത് മുന്നോട്ട് കയറിക്കോളും. അതാണ് ഇവൻ്റെ ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ലൈക്ക് ഏറ്റവും ആദ്യം ഫീൽ ചെയ്യുന്നൊരു കാര്യം. ഇനിയിപ്പോൾ നമുക്കിവിടെ നിർത്തി ഇവൻ്റെ മോഡൽസിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ശരിക്കും ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസാണ്. ഇവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോൾ കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്രൂസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. AC വരുന്നുണ്ട്, അതിൻ്റെ അകത്ത് എക്കണോമി മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യുക, മറ്റേ ചാർജർ റിമൂവ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമായിരിക്കില്ല, റീജനറേഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ റീജനറേഷൻ്റെ മാക്സിമത്തിലാണ് ഇട്ടേക്കുന്നത്. മാക്സിമത്തിൽ ഇട്ടിട്ട് വണ്ടി താണ്ട് ഇപ്പം ചെറുതായിട്ട് മുന്നോട്ട് പോവുകയാണ്, ക്ലോസ് ഏരിയ ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ സിംഗിൾ പെഡൽ, അതായത് ലൈക്ക് നമ്മുടെ ആ ഒരു മോട്ടർ ഒരു ജനറേറ്റർ പോലെ തന്നെ ആക്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ കാലെടുക്കുമ്പോഴത്തേക്കും അതൊരു മോട്ടറായിട്ട് തന്നെ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ചാർജ് തിരിച്ച് നമ്മുടെ ബാറ്ററിയിലോട്ട് കയറും. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ. നമുക്ക് കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു തിരിച്ച് കയറുന്ന ലൈക്ക് ആ ഒരു ഫ്രിക്ഷൻ കുറേ. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ നമുക്കൊരു നോർമൽ കാർ ഓടിക്കുന്ന ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും ഇവൻ തരുന്നത്. അപ്പോൾ അതാണ് റീജനറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് ശരിക്കും 2 വേരിയൻറ്റ്സിൽ അവൈലബിൾ ആണ്. ഒന്നൊരു ലോങ് റേഞ്ച് വേരിയൻറ്റും ഒന്നൊരു ഷോർട്ട് റേഞ്ചും. ഷോർട്ട് റേഞ്ചിന് 245 കിലോമീറ്ററോളമാണ് കമ്പനി പറയുന്നത്, ലോങ് റേഞ്ചിന് 350 സംതിങ്. പക്ഷേ ഇത് ലോങ് റേഞ്ച് വേരിയൻ്റ് ആണ്. ഇത് ഞാൻ മര്യാദയ്ക്ക് ഓടിച്ചപ്പം, മര്യാദയ്ക്കല്ല, ഞാൻ എറണാകുളം വീട് പോകുന്നത് നല്ല അടിച്ചു വിട്ടാണ് പോകുന്നത്. അപ്പോൾ അടിച്ചു വിട്ട് പോകുമ്പം എനിക്ക് കാണിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 200 അല്ലെങ്കിൽ ഒരു 150-200 എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് റേഞ്ച് വേരിയൻറ്റ് മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു 250 അബോ ഒരു 230-240 കിട്ടും. മറ്റേ ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ ഒരു 200-220 കിട്ടും. അപ്പോൾ അതാണ് റേഞ്ച്. നമ്മളൊരിക്കലും 300 എക്സ്പെക്റ്റ് ചെയ്യരുത്. അത് കിട്ടണമെങ്കിൽ തന്നെ നമ്മളിങ്ങനെ എഴഞ്ഞഴിഞ്ഞ് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഏത് EV ആണെങ്കിലും കേട്ടോ, ഏത് EV ആണെങ്കിലും. പക്ഷേ ഇപ്പോൾ ഇതിന് അത്യാവശ്യം റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഈവൻ ലൈക്ക് മൈ ഫാദർ ഈസ് കൺസിഡർ എടുത്താലോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കാറായിട്ട് അത്യാവശ്യം ഓട്ടം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ ടിയാഗോ എന്ന് പറയുന്നത്. വാല്യൂ ഫോർ മണിയാണ്. ലൈക്ക് നമുക്ക് ആ ഒരു EMI കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്കത് ബെനിഫിഷ്യൽ ആക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടിയാഗോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സാധനം എന്ന് പറയുന്നത് ഇവന് ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വരുന്നത്. അതായത് നമ്മളുടെ കോമറ്റിലൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഈ ഒരു ചില ടൈപ്പ് ഓഫ് ചാർജേഴ്സ്, അതായത് പണ്ട് കാലത്തെ ആ ഒരു ചാർജർ സിസ്റ്റം മാത്രമേ അതിൽ വർക്കാവത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉള്ള കോമൺ ആ ഒരു മൊഡ്യൂൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും.